മാക്സിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് വലിയ മുൻതൂക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് ഏകപക്ഷീയമായി അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ അവരോധിക്കാൻ ഒക്കുന്ന സാഹചര്യമല്ല ഇപ്പോൾ വന്നുചേർന്നിരിക്കുന്നത്. ആകെ 100 കൗൺസിലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 50 സീറ്റുകളാണ് ബി ജെ പി ഇപ്പം നേടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷം 29 സീറ്റും യു ഡി എഫ് 19 സീറ്റിലും 2 സ്വതന്ത്രരും ജയിച്ച സാഹചര്യത്തിൽ 101ാമത്തെ മണ്ഡലം കൗൺസിൽ വിഴിഞ്ഞത്ത് ജനുവരി 2ാമത്തെ ആഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരായിരിക്കും തിരുവനന്തപുരം മേയർ എന്ന വിഷയം നിലവിൽ ബി ജെ പിക്കും മറ്റുള്ളവർക്കും കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് വിഷയങ്ങൾ എത്തുന്നു. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാകും എന്ന സാധ്യതകളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി വളരെ ഗൗരവതരമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ വഹീദ്, എന്താണ് ഈ പുതിയ സിനാറിയോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 50 സീറ്റ് ബി ജെ പിയുടെയിലും 29, 19, 2 സ്വതന്ത്രം. അതാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥിതി. ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട്, മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം, അതായത് ഈ 12 തീയതി നടക്കുന്ന ജനുവരി 12 നടക്കുന്ന വിഴിഞ്ഞം തെരഞ്ഞെടുപ്പൂടെ കഴിയുമ്പോഴേക്കും അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാകും സ്വതന്ത്രരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ. അപ്പോൾ ഈ സ്വതന്ത്ര 2 പേരുമാണ് നിർണായകമായി മാറിയിരിക്കുന്നത്. ഈ സ്വതന്ത്രർക്ക് വേറെ ഏത് നിലപാട് വേണോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവരിലുണ്ട്. അവർക്ക് വിപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ ഒന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂല എന്ന് വിജയിച്ച ആളാണ്. അദ്ദേഹം തികഞ്ഞ സ്വതന്ത്രനാണ്. എന്താണ്, അവിടെ 3 മുന്നണിയോടും മത്സരിച്ചുകൊണ്ട് പ്രത്യേക രാഷ്ട്രീയ നിലപാട് പറയാതെ അവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം, അതിന് ഞാൻ വിജയിച്ചു വന്നാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വികസന രേഖ വാർഡിൽ വെച്ചുകൊണ്ടാണ് അയാൾ വിജയിച്ചു വന്നത്. മറ്റൊരാൾ സുധീഷ് കുമാർ, അദ്ദേഹം പൗണ്ട് കടവ് എന്ന് പറയുന്ന വാർഡിൽ നിന്നാണ് വന്നത്. ആ പൗണ്ട് കടവ് എന്ന് പറഞ്ഞ തീരദേശ വാർഡിൽ യു ഡി എഫിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അയാൾ. അപ്പോൾ അവിടെ യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനാണ് ആ സീറ്റ് അനുവദിച്ചത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ കോൺഗ്രസ്സുകാരും മറ്റ് ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും എല്ലാം കൂടെ ഈ സുധീഷിനെ മത്സരിക്കാൻ നിർബന്ധിക്കുകയും അയാൾ അവിടെ മത്സരിക്കുകയും അതിനെ തുടർന്ന് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. എന്തായാലും അയാൾ അവിടെ നിന്ന് വിജയിച്ചു വരുന്നു. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വെറും 173 വോട്ടാണ് കിട്ടിയത്. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം അയാൾ അവിടുത്തെ ഒരു യു ഡി എഫ് പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും വോട്ട് കൊണ്ട് മാത്രം വിജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് യു ഡി എഫിനോടൊപ്പം അല്ലാതെ ഒന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല. അയാൾ വിമതൻ തന്നെയാണ്. പക്ഷേ ഈ പാറ്റൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അയാൾക്ക് ഇത്തരം ഒരുവിധം കെട്ടുപാടുമില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. അപ്പോൾ ആ തീരുമാനം എങ്ങനെ എടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി വരുന്ന ഈ താങ്കൾ പറഞ്ഞതുപോലെ അടുത്ത മേയർ ആരെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിലവിൽ 50 സീറ്റ് ബി ജെ പിക്കുണ്ട്. ഇപ്പുറത്ത് 48 അധികം 2, 48 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇടതുപക്ഷവും ഐക്യമുന്നണിയും 2. അപ്പം ഏകപക്ഷീയമായി ബി ജെ പി ഒരു മേയറെ പ്രഖ്യാപിച്ചാൽ അതിനുശേഷം ഈ കോർപ്പറേഷൻ കൗൺസിൽ കൂടുമ്പോൾ ഈ ബില്ലുകൾ പാസ്സാകാനൊക്കെയുള്ള ചില പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടാകാം. അതവിടെ നിൽക്കട്ടെ, ഉണ്ടാകാം, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിഴിഞ്ഞത്ത് ബി ജെ പി ജയിക്കില്ല എന്ന് ഏകപക്ഷീയമായി പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? തീർച്ചയായും അത് വിഴിഞ്ഞത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം നോക്കിയാൽ, വിഴിഞ്ഞം വാർഡിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2020 തന്നെ വെറും 316 വോട്ട് മാത്രം നേടിക്കൊണ്ട് 4ാം സ്ഥാനത്തായിരുന്നു അവിടെ ബി ജെ പി. അവിടെ തികച്ചും എല്ലാ കാലത്തും യു ഡി എഫ് എൽ ഡി എഫ് മത്സരം തന്നെയാണ് നടക്കുന്നത്. അവിടെ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്, യു ഡി എഫും വിജയിച്ചിട്ടുണ്ട്. ഇത്തവണ അവിടെ പൊതുവെ പറഞ്ഞു കേട്ടത് അവിടെ എൽ ഡി എഫിന് ഒരു വിജയ സാധ്യത ഉണ്ടെന്നുള്ള നിലയ്ക്കായിരുന്നു. എന്ത് തന്നെയായാലും ഇന്നത്തെ കാലാവസ്ഥയിൽ ഇനി എങ്ങനെയാണ് വോട്ടിംഗ് നടക്കുക, എന്ത് തന്നെയായാലും എൽ ഡി എഫും യു ഡി എഫും. അപ്പോൾ അവരിൽ ഈ പറഞ്ഞ 2 മുന്നണിയിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ ആ ഒരു അംഗം കൂടെ കൂടുക, അത് ഈ 48 എന്ന് പറഞ്ഞാൽ 49ലേക്ക് അവരെത്തും എന്നുള്ള ഉറപ്പാണ് എൽ ഡി എഫും യു ഡി എഫും കൂടെ ചേർന്ന്. അപ്പോൾ ഈ 2 സ്വതന്ത്രരുടെ നിലപാട് അതിന് അനുകൂലമായി വരികയാണെങ്കിൽ ഭൂരിപക്ഷമായി കഴിഞ്ഞു, 51ആണ്. അപ്പോൾ ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു സ്വതന്ത്രൻ, അതിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ സാധ്യത ഇപ്പോൾ സ്വതന്ത്രൻ എന്ന നിലയിൽ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ വേണമെങ്കിൽ ഇവരുടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുന്നു. അപ്പോൾ ആ വഴിക്ക് അദ്ദേഹം ചിന്തിക്കാൻ സാധ്യത ഉണ്ടെന്നുകൂടി തോന്നുന്നു. ഒരു സാധ്യത അതാണ് പ്രധാനമായ ഒരു സാധ്യത. അതായത് ബി ജെ പിയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള താല്പര്യത്തോടെ നിൽക്കുന്ന എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഒപ്പം നിന്നുകൊണ്ട്, അവരുടെ ഒപ്പം എന്നല്ല അവരുടെ പിന്തുണ ആർജിച്ചുകൊണ്ട്
മറ്റീ പറഞ്ഞ സ്വതന്ത്രൻ പൗണ്ട് കടവ് എന്ന് ചോദിച്ചാൽ അയാളുടെയും കൂടെ പിന്തുണ എന്തായാലും അങ്ങനെ വരും. കാര്യം വെച്ചാൽ അയാൾക്ക് ഒരു കാരണവശാലും BJP-യെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. അവിടെ അദ്ദേഹത്തെ ജയിച്ച വോട്ടർമാരുടെ ഇടയിൽ അദ്ദേഹത്തിന് പിന്നെ തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ 49 ഇപ്പോൾ നിലവിലുണ്ട്, LDF UDF പ്ലസ് ഈ പൗണ്ട് കടവ്. അപ്പോൾ രാധാകൃഷ്ണന് വേണമെങ്കിൽ ഒരു മേയർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് നിൽക്കാം ഈ 49 പേരുടെ പിന്തുണയോടെ. അപ്പോൾ 50 ആകും. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തും 50 ആണ് BJP. അങ്ങനെ വരുമ്പോഴേക്കും 50-50 എന്നുള്ള നിലയ്ക്ക് ഇത് നറുക്കിലേക്ക് പോകും. നറുക്കിൽ പോകുമ്പോഴേക്കുള്ള സാധ്യതകൾ രണ്ട് സാധ്യതകൾ അതിലുള്ളത്. നറുക്കിലിപ്പോൾ LDF-ന് അല്ല BJP-ക്ക് നറുക്ക് വീഴുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ മേയർ സ്ഥാനം ഏൽക്കും. അപ്പോൾ അടുത്ത 6 മാസം എന്തായാലും ആ BJP മേയർ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 6 മാസം അവർക്ക് മേയറുടെ സ്ഥാനത്ത് തുടരാൻ കഴിയും. എന്നാൽ 6 മാസം കഴിഞ്ഞ് ഈ പറഞ്ഞ കൂട്ടായ്മ ഒരു രാധാകൃഷ്ണനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവർ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അന്ന് ഈ വിഴിഞ്ഞത്തെ മെമ്പറോട് വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ 51 പേരുടെ പിന്തുണയോടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് പാസ്സാക്കി എടുക്കാനും കഴിയും. ഈ പാറ്റൂർ രാധാകൃഷ്ണനെ തന്നെ അവർക്ക് മേയറായി അവരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവരുടെ പിന്തുണ. അപ്പോൾ LDF UDF-നെ സപ്പോർട്ട് ചെയ്തെന്നോ UDF LDF-നെ സപ്പോർട്ട് ചെയ്തോ എന്നുള്ള ഒരു രാഷ്ട്രീയ ഒരു പ്രശ്നവുമില്ല. അല്ല, അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വിചാരിക്കുക, ശ്രീ പാറ്റൂർ രാധാകൃഷ്ണനെ പോലുള്ള ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് LDF UDF പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലേക്ക് വരുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇതുകൊണ്ട് എന്ത് ഗുണമായിരിക്കും LDF-നും UDF-നും ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ എന്ത് ദോഷമായിരിക്കും അവർക്കുണ്ടാകുന്നത്? നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ഇപ്പോൾ LDF-ഉം UDF-ഉം ഒരുമിക്കുന്നു എന്നുള്ള ഒരു പ്രചരണത്തിലേക്ക് പിൽക്കാലത്ത് ചിലപ്പോൾ BJP പോയേക്കാം. അതിൻ്റെ അത് ഏത് തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ആ ഒരു പ്രചരണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വന്നാൽ. എന്നാൽ ഇപ്പോൾ UDF-ന് അതിലൊരു വലിയ പ്രയോജനം ഉണ്ടാവും. കഴിഞ്ഞ 30 വർഷത്തിലേറെയായിട്ട് അവർക്ക് നഗരഭരണത്തിൽ ഒരുവിധ പങ്കും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. തീർച്ചയായും അവർക്ക് ഈ വീതം വയ്ക്കലിൻ്റെ ഭാഗമായിട്ട്, നിയമപരമായ വീതം വയ്ക്കലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനമാണ് സാധാരണ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ധാരണ അനുസരിച്ച് ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ മേയറായി വരുന്ന ഒരു കൗൺസിൽ വരികയാണെങ്കിൽ അവിടെ അവരെ പിന്തുണയ്ക്കുന്ന കക്ഷി അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന മുന്നണി എന്ന നിലയിൽ UDF-ന് ഭരണത്തിൽ സ്വാധീനം എന്തെങ്കിലും ചെലുത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഇത് തന്നെ നമ്മുടെ LDF-ന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 30 വർഷമായി LDF ഭരിക്കുന്ന കൗൺസിൽ അതായത് 2015-ൽ 43 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്തും LDF-ന് ഭരിക്കാൻ കഴിയും. അന്ന് ഇവിടെ ഈ പറഞ്ഞ UDF-ഓ BJP-യോ അവർ ഒരുമിച്ചാൽ മാത്രമേ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരിക്കലും യോജിക്കുന്നില്ലായിരുന്നു. അന്ന് ഇതുപോലൊരു ഫാക്ടർ ഇല്ല. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണനെ പോലൊരു ഒരു ഫാക്ടർ ഇല്ല പൊതുവായി മുമ്പിൽ നിർത്താനായിട്ട്. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ അത് മുന്നോട്ട് 5 വർഷവും പോയത് VK പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ അതല്ല, ഇവർക്ക് ഇത് അങ്ങനെ വരുമ്പോഴേക്കും ഈ ഭരണത്തിലും ഈ നേരിട്ട് ഭരണത്തിലില്ലെങ്കിലും ഒരു LDF-ന്റെ ഭരണത്തിലേക്കുള്ള സ്വാധീനം 30 വർഷം എന്നുള്ളത് 35 വർഷത്തിലേക്ക് നീണ്ടു കിട്ടും. അപ്പോൾ അതവിടെ LDF-ന് അങ്ങനെ ഒരു നേട്ടം. UDF-നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവർക്ക് ഭരണത്തിൽ സ്വാധീനം ഉണ്ടാകുന്ന ഒരു നില വരും. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നേട്ടമേ ഉള്ളൂ. വേറൊരു രാഷ്ട്രീയമായ ഒരു നഷ്ടം എവിടെയെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത തുലമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ BJP-യുടെ പിൽക്കാലത്തുള്ള പ്രചരണം എങ്ങനെ ചെറുക്കും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഓക്കെ, ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ഒരു പ്രസ്ഥാനവുമായി അങ്ങനെ അടുപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണനെ മേയറാക്കിക്കൊണ്ട് BJP ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ കഴിയുമോ? അങ്ങനെ ഒരു BJP-യെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഈ എന്താണ് പറയുന്നത്, പിന്നെ അവസാനം കലം ഉടയ്ക്കുന്ന രീതി എന്ന് പറയാനൊക്കെ എന്താണ് അതിൻ്റെ ഒരു രീതിയിലും അതിനുള്ള സാധ്യത നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം BJP-യെ സംബന്ധിച്ച് അവർ ഇവിടെ BJP ഭരണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടതാണ് ജനങ്ങളുടെ മുമ്പിൽ വന്നത്, ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചത്. അവരങ്ങനെ 50 സീറ്റ് കിട്ടിയത്. അവർക്ക് പുറത്തു നിന്നുള്ള ഒരാളെ മേയറാക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ പിന്നോക്കം പോവുക മാത്രമായിരിക്കും പിൽക്കാലത്ത് സംഭവിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാൽ അവരുടെ കിട്ടിയിരിക്കുന്ന ഈ ഭരണത്തിനുള്ള ഒരു സാധ്യതയെ അവർ നഷ്ടപ്പെടുത്താൻ നിൽക്കില്ല. അത് വേറൊരാളിൽ ഏൽപ്പിച്ചുകൊണ്ട് അത് അവർ തന്നെ നേരിട്ട് ഭരിക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ അവർ നിൽക്കൂ എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ BJP-യുടെ അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ വന്നിട്ടുള്ള നിലവിലുള്ള ഓപ്ഷൻസുകൾ 3 ഓപ്ഷൻസുകൾ ഉണ്ടെന്നാണ് ശ്രീ വഹീദ് പറഞ്ഞത്. ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞാൽ നമുക്കത് പൂർത്തിയായി. ഒന്ന് BJP-യെ
തുടക്കത്തിൽ തന്നെ 50 സീറ്റ് കിട്ടിയ BJP അത് അവരുടെ മേയറെ നിശ്ചയിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന അവസ്ഥ മറ്റെല്ലാവരും. ആ അവസ്ഥയിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് 6 മാസത്തിന് ശേഷം മാത്രമാണ്. കാര്യം ഇനി ഒരു തെരഞ്ഞെടുപ്പിലെ ഫലം കൂടെ വരാനുണ്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് UDF-ഉം LDF-ഉമായി ശ്രീ പാറ്റൂർ രാധാകൃഷ്ണനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യുകയും 50-50 എന്ന നിലയിൽ വരികയും അതിൽ നറുക്ക് വീഴുന്ന കക്ഷി ഭരണത്തിൽ വരുന്ന അവസ്ഥ. 6 മാസം ആര് ഭരണത്തിൽ വന്നാലും, അത് BJP ഭരണത്തിൽ വന്നാലും 6 മാസം വെയിറ്റ് ചെയ്യുക. അടുത്ത 6 മാസത്തിന് ശേഷമുള്ള സമയത്ത് അവർക്ക് ഈ UDF-നും LDF-നും ചേർന്ന് ഈ 2 സ്വതന്ത്രന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ആ ഭരണത്തെ താഴെ ഇറക്കി ഇവരുടെ ഇപ്പോൾ ആരെയാണോ പാറ്റൂർ രാധാകൃഷ്ണനോ ഹൂവർ ഇറ്റ് ഈസ് ആരെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ട് പുതിയ മേയറേയും പുതിയ കൗൺസിലും വരാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം BJP-യുടെ കയ്യിൽ എത്തി എന്ന് പറഞ്ഞുറപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം മാറി മറിയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം.